ചേച്ചിയെ കൺവിൻസ് ചെയ്യാൻ എളുപ്പമാണോ ചേച്ചി? അതായത് അമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തെടുക്കാനായിട്ട് വിചാരിച്ച നടക്കും. അതെ. ചക്കിക്ക് എത്രയങ്ങ് ചക്കിക്ക് അങ്ങനെയല്ല. ചക്കി എന്നെ അങ്ങനെ ഒരു ടഫ് പൊസിഷനിൽ ഇടാറില്ല. ചക്കി കുറച്ചുകൂടെ കൺസിഡറേറ്റ് ആണ്. അപ്പം ചക്കിക്ക് അറിയാം എന്താ പറയേണ്ടത്, അല്ലെ കൺവിൻസ് ചെയ്തിട്ട് കാര്യമുണ്ടോ ഇല്ല എന്നുള്ള ചക്കി ഒന്നുകൂടെ ആലോചിക്കും. പക്ഷെ കണ്ണൻ അതല്ല, എന്ത് പറഞ്ഞാലും കണ്ണൻ ഇപ്പൊ രാത്രിയാന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ എന്ന് പറയും. ജയറാം എന്നെ കളിയാക്കും. അറിയാം, എനിക്കറിയാം കണ്ണൻ തെറ്റാ പറയുന്നതെന്ന് അറിയാം. പക്ഷെ ഞാൻ ഈസിലി കൺവിൻസ്ഡ് ആവും. അങ്ങനെ ഒരു വീക്ക് പോയിന്റ് ഉണ്ട്. ചക്കി എന്നെ അങ്ങനെ ഇടില്ല, അങ്ങനെ ടഫ് സ്പോട്ടിൽ കൊണ്ട് ചക്കി എന്നെ ഇടില്ല. ചേച്ചിക്ക് എന്തെങ്കിലും ജയറാമേട്ടന്റെ മാറ്റണം എന്ന ആഗ്രഹമുള്ള ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, പക്ഷെ ഈ 30 കൊല്ലം ശ്രമിച്ചിട്ട് ഒരു രക്ഷയുമില്ല എന്നുള്ള എന്തെങ്കിലും ഒരു ബിഹേവിയർ, ഹോബി, ക്യാരക്ടർ എന്തെങ്കിലും ഉണ്ടോ? ജയറാമിന്റെ എല്ലാ ഫ്ലോസും വെച്ചിട്ട്, പക്ഷെ എല്ലാ നല്ല പോസിറ്റീവ് സൈഡും വെച്ചിട്ട് തന്നെയാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ പൊതുവേ ഞാൻ ഒരാളുടെ അടുത്ത് ഇന്ന കാര്യം വേണ്ടാന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന ആളല്ല. അല്ല, ഞാൻ അവരുടെ എൻ്റെ അച്ഛൻ പറയും, എന്താ പറയാ, അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും എന്ന് പറയും. എന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അവർക്ക് അറിയാം എന്താന്നല്ല എന്നുണ്ടെങ്കിൽ ആഫ്റ്റർ എഫക്ട് അവർ തന്നെയല്ലേ സഹിക്കേണ്ടത്. അപ്പൊ അതെനിക്ക് എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടക്കും, അച്ഛൻ പറഞ്ഞ കാര്യം. ഈ നമ്മുടെ മക്കളൊക്കെ സിനിമയിലേക്ക് വരുന്നു, ജയറാമേട്ടൻ വളരെ ആക്റ്റീവായിട്ട് സിനിമയിൽ നിൽക്കുന്നു. ആ സമയത്ത് എല്ലാ സിനിമകളും ഭയങ്കര ഹിറ്റ് ആവണമെന്നില്ല, നമുക്ക് എന്താ പറയാ ചില സിനിമകൾ ഫെയിലിയർ ആവാം. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇവര് വീട്ടില് ഭയങ്കര ഡൗൺ ആവാം. അതെ അതെ, പിന്നെ നമ്മൾ ചെയ്ത വർക്ക് അല്ലേ, അതിനൊരു നല്ല റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ വെളിയിൽ നമ്മൾ പറയാം നമ്മളെല്ലാം നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒരേപോലെ, അതൊന്നും അല്ല ഫാക്ടർ. ശരിക്കും ഭയങ്കര മൂഡ് ഔട്ട് ആയിരിക്കും രണ്ടുപേരും. അതെ, കണ്ണനായാലും ജയറാമായാലും ഭയങ്കര വിഷമായിരിക്കും. ഇത് എത്ര ദിവസം എടുക്കും ഇതൊന്ന് ഓവർകം ചെയ്യാൻ? എന്തായാലും ഒരു 1 വീക്ക് ഒക്കെ എടുക്കും. ഇവരുടെയൊക്കെ സിനിമകൾ ഫസ്റ്റ് ഷോ കാണാൻ പോകുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ചേച്ചി ഉണ്ടോ? കുറെ പടങ്ങൾ ഞാൻ കണ്ണന്റെയും ജയറാമിന്റെയും അതെ പടങ്ങൾ കാണാതിരുന്നിട്ടുണ്ട്. പല പടങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്, പലതും കണ്ടിട്ടില്ല. ജയറാമേട്ടന്റെ ചേച്ചിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ സിനിമ ഏതാണ്? ജയറാമിന്റെ നടൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കണ്ണന്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമ ഏതാണ്? കണ്ണന്റെ മലയാളത്തിലോ? പാവക്കഥകൾ. ചേച്ചിയുടെ ചേച്ചിക്ക് ഏറ്റവും ഫേവറേറ്റ് ഒന്നുമില്ല. ഒന്ന് പോവോ ചേച്ചി, സിനിമകൾ ചെയ്തിട്ട് ഒരു സിനിമ ഇതെങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നത്? നമ്മളൊക്കെ പിന്നെയും പിന്നെ ഇരുന്ന് കാണുന്ന സിനിമകള് ഏതൊക്കെയാ? പൊന്മുട്ടയിടുന്ന താറാവാണെങ്കിലും. പൊന്മുട്ടയിടുന്ന താറാവ് എനിക്ക് എന്റെ സിനിമ നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഒരു കമലദളത്തിൽ നല്ല ക്യാരക്ടറായിരുന്നു, പിന്നെ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിൽ നല്ല ക്യാരക്ടറായിരുന്നു, കുറെ അമൃതംഗമ്മയ എല്ലാം നല്ല ക്യാരക്ടേഴ്സ്. പക്ഷെ എനിക്ക് എപ്പോഴും കാണുമ്പോ ഇനി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു, പോരാന്നാ എനിക്ക് എപ്പോഴും തോന്നുന്നത്.